ഹലോ കൂട്ടുകാരെ, PYQ സീരീസിൽ ഇന്നത്തെ ക്വസ്റ്റ്യൻ. ഇതൊരു കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. എ പെൻ സ്റ്റാൻഡ് മെയ്ഡ് ഓഫ് വുഡ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ ക്യൂബോയിഡ് വിത്ത് 4 conical depressions to hold pens. The dimensions of the cuboid are 15 cm by 10 cm by 3.5 cm. The radius of each of the depressions is 0.5 cm and the depth is 1.4 cm. Based on the above information, answer the following questions. Find the volume of 4 conical depressions in the entire stand. Find the volume of wood in the entire stand. Or 3 cubes each of side 15 cm are joined end to end. Find the total surface area of the resulting cuboid. Surface areas and volumes എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണിത്. നമുക്കൊരു പെൻ ഹോൾഡർ ആണ് തന്നിട്ടുള്ളത്. അതിന്റെ ഈ 4 ഡിപ്രഷൻസിന്റെ വോളിയം ആദ്യം കണ്ടുപിടിക്കണം. അതിനുശേഷം ഈ എൻ്റയർ സ്റ്റാൻഡിന്റെ വോളിയം കൂടെ കണ്ടുപിടിക്കണം. പിന്നെ ഇതിൽ നമുക്കൊരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് രണ്ടും ചെയ്തതിന് ശേഷം ആ ഒരു ക്വസ്റ്റ്യനും കൂടെ സോൾവ് ചെയ്യാം. ഫൈൻഡ് ദ വോളിയം ഓഫ് 4 conical depressions in the entire stand. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡിൽ 4 പെൻസ് വെക്കാനായിട്ട് ഇതുപോലെ 4 conical depressions ഉണ്ട്. അതിന്റെ വോളിയം കണ്ടുപിടിക്കണം. ഡയമെൻഷൻസ് ഓഫ് ക്യൂബോയിഡ് ആർ, നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്. 15 cm, 10 cm and 3.5 cm. Therefore, volume of the cuboid equals to L into B into H equals to 15 into 10 into 3.5. 15 into 10 into 3.5 equals to 525 centimeter cube. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ കോണിക്കൽ ഡിപ്രഷൻസിന്റെ വോളിയാണ്. അതിന്റെ റേഡിയസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.5. അതുപോലെ തന്നെ അതിന്റെ ഡെപ്തും ക്വസ്റ്റ്യനിലുണ്ട് 1.4 centimeter. റേഡിയസ് ഓഫ് ഈച്ച് കോണിക്കൽ ഡിപ്രഷൻ R equals to 0.5 centimeter equals to 5 by 10 centimeter and depth H equals to 1.4 centimeter equals to 14 by 10 centimeter. 0.5 1.4 ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്തത് ഇനി നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കുറച്ച് ഈസി ആവാനായിട്ടാണ്. സോ വോളിയം ഓഫ് ഈച്ച് ഡിപ്രഷൻ ഈക്വൽസ് ടു 1 by 3 pi r square h. Therefore, volume of 4 depressions equals to 4 into 1 by 3 pi r square h equals to 4 into 1 by 3 into 22 by 7 into 5 by 10 into 5 by 10 into 14 by 10. ഇതെല്ലാം ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം നമുക്ക്. 5ൽ 5 1 ടൈം, 10ൽ 5 2 ടൈംസ്, 5ൽ 5 1 ടൈം, 10ൽ 5 2 ടൈംസ്, 14ൽ 2 7 ടൈംസ്, 10ൽ 2 5 ടൈംസ്. ഈ 7ഉം ഈ 7ഉം ക്യാൻസൽ ആവും. 4ൽ 2 2 ടൈംസ്, 2ൽ 2 1 ടൈംസ്, 2ൽ 2 1 ടൈം, 2ൽ 2 1 ടൈം, 2ൽ 2 1 ടൈം ഈക്വൽസ് ടു 2 into 11 by 3 into 5 22 by 15 centimeter cube. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ വോളിയം ഓഫ് വുഡ് ഇൻ ദ എൻ്റയർ സ്റ്റാൻഡ്. ഈ ഒരു സ്റ്റാൻഡിൻ്റെ മുഴുവനായിട്ട് വോളിയം കണ്ടുപിടിക്കാനായിട്ട് ക്യൂബോയിഡിൻ്റെ വോളിയത്തിൽ നിന്നും ഡിപ്രഷൻസിൻ്റെ വോളിയം സബ്ട്രാക്ട് ചെയ്യണം. വോളിയം ഓഫ് വുഡ് ഇൻ എൻ്റയർ സ്റ്റാൻഡ് ഈക്വൽസ് ടു വോളിയം ഓഫ് ക്യൂബോയിഡ് മൈനസ് വോളിയം ഓഫ് 4 ഡിപ്രഷൻസ്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ വോളിയം ഓഫ് ക്യൂബോയിഡും വോളിയം ഓഫ് 4 ഡിപ്രഷൻസും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ വോളിയം ഓഫ് ക്യൂബോയിഡ് ഈക്വൽസ് ടു 525 centimeter cube മൈനസ് വോളിയം ഓഫ് 4 ഡിപ്രഷൻസ് ഈസ് 22 by 15 centimeter cube ഈക്വൽസ് ടു ഡിനോമിനേറ്റേഴ്സ് സെയിം ആവാനായിട്ട് നമുക്ക് 525 into 15 minus 22 by 15 എന്ന് എഴുതാം. 525 into 15 is 7,875 minus 22 by 15. 7,875 minus 22 is 7,853 by 15 equals to 523.53 centimeter cube. മനസ്സിലായല്ലോ? ഇതിലൊരു ഓർ ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, അതൊന്ന് ചെയ്ത് നോക്കാം. 3 cubes each of side 15 cm are joined end to end. Find the total surface area of the resulting cuboid. 15 സെന്റിമീറ്ററിലുള്ള 3 ക്യൂബ്സ് ജോയിൻ ചെയ്തിട്ടുണ്ടാകുന്ന ക്യൂബോയിഡിന്റെ സർഫസ് ഏരിയ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഒരു ക്യൂബിന്റെ സൈഡ് 15 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ലെങ്ത് ഓഫ് റിസൾട്ടിംഗ് ക്യൂബോയിഡ് L ഈക്വൽസ് ടു 15 plus 15 plus 15 equals to 45 and breadth B equals to
15 centimeter and height h equals to 15 centimeter. Therefore, total surface area of the cuboid equals to 2 into LB plus BH plus HL equals to 2 into 45 into 15 plus 15 into 15 plus 15 into 45 equals to 2 into 45 into 15 is 675 plus 15 into 15 is 225 plus 5 into 45 is 675 equals to 2 into 675 plus 225 plus 675 is 1575 equals to 2 into 1575 is 3150 സെന്റിമീറ്റർ ക്യൂബ്. ഇതാണ് നമ്മുടെ ആൻസർ. മനസ്സിലായല്ലോ? PYQ സീരീസിലെ അടുത്ത ക്വസ്റ്റ്യനായിട്ട് നമുക്ക് നാളെ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.